നമസ്കാരം. അധ്യാപികമാരുൾപ്പെട്ട വടകരയിലെ MDMA കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മാറയാക്കിയോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണമുണ്ടായാൽ അധ്യാപികമാർക്കെതിരെ കൂടുതൽ നിയമക്കുരുക്കുണ്ടാകും. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് ഉപയോഗിച്ചോ എന്നും സംശയം ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. കേസിൽ കീർത്തനയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. കാവ്യയും നീഷ്മയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. 3 അധ്യാപികമാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. നിലവിൽ ഈ കേസിലെ മുഖ്യപ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വയനാട് സ്വദേശി ഷിൻഡോ ഷിബുവാണ് കേസിലെ മുഖ്യപ്രതി. ലഹരി എത്തിച്ചിരുന്നത് ഷിൻഡോ എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇവർക്കിടയിൽ ഇടനിലയായി പ്രവർത്തിച്ചിരുന്നത് ഇരട്ടി കൂട്ടുപുഴ സ്വദേശി ജിജിൽ കുര്യാക്കോസ് ആയിരുന്നു. എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇയാൾക്ക് മറ്റ് MDMA സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. പയ്യോളി സ്റ്റേഷനിൽ മെയ് 20 രജിസ്റ്റർ ചെയ്ത MDMA കേസിലെ പ്രതി പണം അയച്ചു നൽകിയത് ജിജിലിനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് ജിജിലിനെ ഈ കേസിലും പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസിൽ വൈകാതെ തന്നെ കോടതിയുടെ അനുമതി പ്രകാരം ജിജിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പയ്യോളി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ജിജിലിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷത്തിനിടെ ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ലഹരി ഇടപാടുകൾക്കായി കൈമാറിയ പണമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പയ്യോളിയിൽ മെയ് 20 രജിസ്റ്റർ ചെയ്ത MDMA കേസിലും ജിജിലിന് നേരിട്ട് പങ്കുള്ളതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാളെ പ്രതി ചേർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മെയ് 20 പുലർച്ചെ 12:15 തുറശ്ശേരിക്കടവ് തെക്കേ നെല്ലിക്കുന്നുമൽ മുഹമ്മദ് ഇർഫാനെ 13.56 ഗ്രാം MDMAയുമായി പയ്യോളി പോലീസ് പിടികൂടുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഇർഫാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കട്ടിലിനടിയിലെ പേഴ്സിൽ നിന്നാണ് ലഹരി മരുന്ന് കണ്ടെടുത്തത്. ജിജിലിന് പണം അയച്ചു നൽകിയ ശേഷമാണ് തനിക്ക് MDMA ലഭിച്ചതെന്ന് ഇർഫാൻ മൊഴി നൽകി. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വടകര കേസിൽ പിടിയിലായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുമായി ജിജിലിന് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. പയ്യോളിയിലേത് ഇതിലൊരു ഇടപാട് മാത്രമാണെന്നും സമാന രീതിയിൽ ഒട്ടേറെ പേർ ജിജിലുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ലഹരിയുടെ ഉറവിടം, പണം കൈപ്പറ്റിയവർ, മുൻ കേസുകളുമായിട്ടുള്ള ബന്ധം എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജിജിലും വയനാട് സ്വദേശി ഷിൻഡോയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചുരുളും പോലീസ് അഴിച്ചു. മംഗളൂരുവിൽ വിദ്യാർത്ഥികളായിരിക്കെയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. വെവ്വേറെ കോഴ്സുകളായിരുന്നെങ്കിലും ഇവർ അടുത്ത സുഹൃത്തുക്കളായി മാറി. ഈ പഠനകാലത്താണ് ഇരുവരും MDMA വ്യാപാരത്തിലേക്ക് അടുക്കുന്നതും ഇടപാടുകൾ ആരംഭിക്കുന്നതും. പഠനശേഷവും ലഹരി വ്യാപാരം തടസ്സമില്ലാതെ തുടർന്നു. ഇടയ്ക്ക് വെച്ച് ഷിൻഡോ പഠനം ഉപേക്ഷിച്ചതിന് പിന്നിലും ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. അതേസമയം കേസിൽ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനയായിക്കൊണ്ടായിരുന്നു അധ്യാപികമാരിൽ ഒരാളായ കീർത്തന പ്രതികരിച്ചത്. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, ഞാൻ ആർക്കും MDMA കൊടുത്തിട്ടില്ല. കോടതിയിൽ ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കണം, ഞാൻ തെറ്റുകാരിയല്ല, പോലീസ് പറയുന്നത് വിശ്വസിക്കരുത്, ഇങ്ങനെയായിരുന്നു അവരുടെ വാക്കുകൾ. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രതിയായ കീർത്തനയുടെ ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഇവരെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. അനാഥാലയത്തിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരി എത്തിച്ചു നൽകിയെന്ന ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് കീർത്തന ചെയ്തത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരി മരുന്ന് എത്തിച്ചു നൽകിയെന്ന ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് കീർത്തന ചെയ്തത്. എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും പിൻബലത്തിലാണ് പോലീസിന്റെ നടപടികളെന്ന് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നു. ലഹരി ശൃംഖലയുടെ ആഴവും സാമ്പത്തിക ഇടപാടുകളും വ്യക്തമാക്കണമെങ്കിൽ അധ്യാപികമാരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് 2 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ച് ലഭിച്ചത്. കേസിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിൽ ലഹരി മരുന്ന് എത്തിച്ചു നൽകിയ പ്രധാന കണ്ണികളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. വടകരയിലെ സിന്തറ്റിക് ലഹരി വിതരണ ശൃംഖലയുടെ പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വിദേശത്ത് നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ പ്രധാനികളെ കൊടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം.